ഇക്ഷ്യാവോ അവളുടെ കൈയൊന്ന് ചെക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഷുയേങ്ങിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആർച്ചറി പ്രാക്ടീസ് ചെയ്തതെന്ന് ഷുയേങ് ഇപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ തൻ്റെ അച്ഛൻ കുറച്ചുകൂടി മുന്നേ വന്നിരുന്നെങ്കിൽ അവളുടെ കൈ കുറേ കൂടി വേഗത്തിൽ ഭേദമാക്കാമായിരുന്നുവെന്നും അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഇക്ഷ്യാവോയ്ക്ക് അതിൽ പരാതിയൊന്നുമില്ല. നിങ്ഫയുടെ കാര്യം അവൾ അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എന്തായാലും നിങ്ഫെ അങ്ങോട്ടേക്ക് പോയ സ്ഥിതിക്ക് രക്ഷപ്പെടുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കാമെന്ന് ഷുയേങ് അവളോട് പറയുന്നു. അവളുടെ അച്ഛൻ ഇതുവരെ തിരികെ പോയിട്ടില്ല. ഇവളെ ഇവിടെ നിന്ന് തിരികെ അവരുടെ ആ വില്ലേജിലേക്ക് പോകാനായിട്ട് അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിയാവോയ്ക്ക് അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. ഷാജിങ്ഷിയുടെ അടുത്ത് നിന്ന് അവൾ പോകുന്ന സ്ഥിതിക്ക് ഇനി അവൾക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. തനിക്കൊപ്പം തങ്ങളുടെ വില്ലേജിലേക്ക് വരുന്നുണ്ടോ എന്ന് ഷുയേയും അവളോട് ചോദിക്കുന്നു. അവൾക്ക് ഒരു ഫാമിലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ തൻ്റെ അച്ഛനോട് അവളെ കൂടി അഡോപ്റ്റ് ചെയ്ത് മകളാക്കാനും താൻ ആവശ്യപ്പെടാമെന്നും അവിടെ സ്വന്തം വീട് പോലെ കഴിയാമെന്നും ഒക്കെ ഷുയേയും ഓഫർ ചെയ്യുന്നുണ്ട്. ഇക്ഷ്യാവോയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമാവുന്നു. പക്ഷേ തൽക്കാലം സുഗിയുടെ കൂടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ട്രേറ്റർ ആരാണെന്ന് കണ്ടെത്താൻ അവന് സഹായിക്കാമെന്ന് താൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇവിടെ വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഇക്ഷ്യാവോ അറിയിക്കുന്നു. മുമ്പ് അവൾക്ക് സുഗിയോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പോൾ. അവളുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും മാറിയിരിക്കുന്നു. അവൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് ഷുയേങ് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇക്ഷ്യാവോ പറയുന്നത്. നിങ്ങൾ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. ഇപ്പോൾ രാവും പകലും എല്ലാം നിങ്ങൾ ഒരുമിച്ചാണ്. ഇത്രമാത്രം എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഷുയേങ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷുഗെ അങ്ങോട്ടേക്ക് വന്നിട്ട് സുഗി അവളെ അത്യാവശ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ അറിയിക്കുന്നു. ഇക്ഷ്യാവോ അപ്പോൾ തന്നെ ഷുയേങ്ങിനോട് യാത്ര പോലും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. റുയാൻ എന്ന ഡാൻസറെ മീറ്റ് ചെയ്യാൻ പോകാനായിരുന്നു സുഗെ അവളെ കൂടി വിളിപ്പിച്ചത്. അങ്ങനെ അവർ ഒരുമിച്ച് ആ പവലിയന് മുന്നിലെത്തുന്നു. ഇക്ഷ്യാവോയുടെ വിവരം പറഞ്ഞ് അവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് വുയിങ് അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. അവളെ കണ്ടപ്പോൾ ഇക്ഷ്യാവോയ്ക്ക് എന്തോ സംശയം തോന്നുന്നതിനാൽ സുഗിയുടെ അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവൾ വുയിങ്ങിന് പിന്നാലെ പോകുന്നുണ്ട്. സുഗിയെ അകത്തേക്ക് കയറി അവിടെ നിൽപ്പുണ്ടായിരുന്ന ഒരു പെണ്ണോട് റുയാനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾക്ക് ഓൾറെഡി ഇന്ന് വേറെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നടക്കില്ല. താൻ കൂടെ വന്നാൽ മതിയോ എന്ന് ആ പെണ്ണ് ചോദിക്കുന്നു. ഈ സമയത്താണ് യാവോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സുഗിയെ കണ്ടുകൊണ്ട് അവൻ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിക്കുന്നു. അവിടെ നിൽപ്പുണ്ടായിരുന്ന ആ പെണ്ണിനും യാവോയെ നന്നായി അറിയാമായിരുന്നു. അവൻ ഈ സ്ഥലത്തൊക്കെ സ്ഥിരമായി വരാറുള്ളതായിരുന്നു. ശരിക്കും റുയാനുമായിട്ട് അന്ന് മീറ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് യാവോ ആയിരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ അവനോട് ഷാജിങ്ഷിയെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടേക്ക് വന്ന എന്തിനാണെന്ന് സുഗി ചോദിക്കുന്നുണ്ട്. ഷാജിങ്ഷിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വിശ്വസ്തരായ ആൾക്കാരെയാണ് അവിടെ ഇപ്പോൾ കാവൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു പോവില്ല എന്ന് യാവോ പറയുന്നു. എന്നിട്ട് റുയാനെ മീറ്റ് ചെയ്യാനായിട്ട് യാവോ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അകത്ത് നിന്ന് റുയാനെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് അവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് മറ്റാരും കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് യാവോ അവിടെ നിന്ന് മാറി തരണമെന്ന് സുഗി അവനോട് ആവശ്യപ്പെടുന്നു. താൻ 1.5 മാസമായിട്ട് കാത്തിരുന്നിട്ടാണ് അവളുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇങ്ങനെ പറഞ്ഞയക്കുന്നത് വളരെ കഷ്ടമാണ് എന്നൊക്കെ യാവോ പറയുന്നുണ്ടെങ്കിലും അവസാനം സുഗിയുടെ നിർബന്ധം കാരണം അവൻ അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. ഇക്ഷ്യാവോ വുയിങ്ങിനെ ഫോളോ ചെയ്ത് ആ മാർക്കറ്റിലൂടെ കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു. അവസാനം അവൾ അവിടെയുള്ള ഒരു ചെറിയ കടയുടെ അടുത്തായി ചെന്ന് ഒന്ന് നിൽക്കുന്നതും ആ കടയിൽ വന്ന ഒരു ലേഡി ഇവളെ കണ്ടുകൊണ്ട് ഇവളുടെ അടുത്തുകൂടി പാസ് ചെയ്ത് പോയ സമയത്ത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൾക്ക് എന്തോ കൈമാറുന്നതും ഇക്ഷ്യാവോ ശ്രദ്ധിക്കുന്നുണ്ട്. സിറ്റിക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാനായിരുന്നു വുയിങ്ങിനുള്ള മെസ്സേജ്. അത് വായിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോകുന്നു. ഇക്ഷ്യാവോ പിന്നെയും അവളെ ഫോളോ ചെയ്യുകയാണ്. സുഗി ഈ സമയം റുയാനോട് ആ എസ്കോട്ട് ഏജൻസിക്ക് വേണ്ടി അവൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ എന്ത് സാധനങ്ങളാണ് കൊടുത്തയച്ചതെന്നൊന്നും തനിക്കറിയില്ല. ആ ജോലി തന്നെ ഏൽപ്പിച്ചാൽ അതവിടെ എത്തിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അതിനുള്ളിൽ എന്താണെന്നൊന്നും തനിക്കറിയില്ല എന്നവൾ പറയുന്നു. ആരാണ് അവളെ ആ ജോലി ഏൽപ്പിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് പറയാൻ തയ്യാറാവുന്നില്ല. യാവോയുടെ ഒരു ഫ്രണ്ട് മാത്രമാണ് ഇവനെന്ന രീതിയിലാണ് ഇതുവരെ റുയാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ മര്യാദയ്ക്ക് മറുപടി പറയാൻ തയ്യാറാവാതായപ്പോൾ താൻ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സുഗിയാണ് എന്ന് അവൻ വെളിപ്പെടുത്തുന്നു. അവൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അവൾക്ക് പേടിയാവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള കഥകളാണല്ലോ ആ സിറ്റിയിലൊക്കെ അവനെപ്പറ്റി പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് തന്നെ ആ ജോലി ഏൽപ്പിച്ചതെന്ന് അവൾ, പക്ഷേ ആ സാധനങ്ങൾ എന്തായിരുന്നുവെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. അതവിടെ എത്തിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും അവൾ പറയുന്നു. ഇനി അവളുടെ അടുത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാനില്ല എന്ന് തോന്നിയപ്പോൾ സുഗി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ യാവോ അവിടെ ആ ഡാൻസേഴ്സിൻ്റെ ഡാൻസും കണ്ടിരിപ്പുണ്ട്. സുഗി അവനെ പോകാനായി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ റുയാനോട് എന്താണ് ചോദിച്ചതെന്നൊക്കെ അവ അന്വേഷിക്കുന്നു. അത് നിന്നോട് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സുഗി അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിനക്ക് പെണ്ണുങ്ങളുമായിട്ട് ഡീൽ ചെയ്യാൻ അറിയില്ല, നീ അവളെ ശരിക്കും പേടിപ്പിച്ചു കാണും, ഞാൻ അവളുടെ അടുത്ത് പോയി അവളെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് യാവോ റുയാൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. സുഗിയെ പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്ന ഷുഗയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഇക്ഷ്യാവോ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിയുന്നത്. റുയാൻ പറഞ്ഞ ആളിനെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാനായി ഷുഗയെ പറഞ്ഞയച്ചിട്ട് അവൻ ഇക്ഷ്യാവോയെ അന്വേഷിച്ച് അപ്പോൾ തന്നെ അവൾ പോയ വഴിയിലേക്ക് പോകുന്നുണ്ട്. ഇക്ഷ്യാവോ ഈ സമയം വുയിങ്ങിനെ ഫോളോ ചെയ്ത് ഒരു വീട്ടിൽ എത്തിപ്പെട്ടിരുന്നു. അവിടെ പുറത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളും ആ വീടിനുള്ളിലേക്ക് കടക്കുന്നു. അവിടെ ചെറിയൊരു അലമാര തുറന്ന് കിടക്കുന്നത് കണ്ട് അവിടെ അവൾ ഒരു സീക്രട്ട് ഡോർ കണ്ടെത്തുന്നുണ്ട്.
അതിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് കാലിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കത്തി എടുത്ത് അവൾ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് ആ സീക്രട്ട് റൂമിനുള്ളിലേക്ക് കടക്കുന്നു. അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു വഴിയായിരുന്നു അത്. അതിലൂടെ കുറേ ചെന്നപ്പോൾ താഴെയുള്ള ഒരു നിലവറ പോലെ ഒരു സ്ഥലത്ത് അവൾ എത്തിപ്പെടുന്നു. അത് കണ്ടപ്പോൾ അവൾ ചെറുപ്പത്തിൽ അകപ്പെട്ടു പോയ ആ ഡെത്ത് ക്യാമ്പ് പോലെയുള്ള ഒരു സ്ഥലമാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് അവളൊരു ട്രോമയിലായതുപോലെ ആവുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ഒരു പ്രത്യേക തരം പുകയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അത് ഇക്ഷ്യാവോ കണ്ടിരുന്നു. അങ്ങനെ അവൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ ശ്രദ്ധ മാറുന്നുണ്ട്. അതിനുള്ളിലായി 2-3 സെല്ലുകൾ ഉണ്ടായിരുന്നു. അവിടെ കുറേ കുട്ടികളെ തടവിലാക്കിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ബോധമുണ്ടായിരുന്നില്ല. ഇക്ഷ്യാവോയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആകെ ചോര തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും വുയിങ് അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾ ശരിക്കും ഇക്ഷ്യാവോ തന്നെ ഫോളോ ചെയ്യുന്ന അറിഞ്ഞ് അവളെ ട്രാപ്പിലാക്കിയതായിരുന്നു. നിന്നെ ഞാൻ പഠിപ്പിച്ചതൊക്കെ വെറുതെ ആയോ? ഞാൻ നിന്നെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള കഴിവ് നിനക്കില്ലാതെ ആയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വുയിങ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇക്ഷ്യാവോയ്ക്ക് അവളെ കണ്ടപ്പോൾ ചെറുപ്പത്തിൽ ആ ഡെത്ത് ക്യാമ്പിൽ വെച്ച് ക്രൂരമായിട്ട് തങ്ങളെ അവർ ട്രെയിൻ ചെയ്യിച്ചതിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അന്ന് ഇവരെ ക്രൂരമായി ശിക്ഷിച്ച് ആ ഡെത്ത് വാരിയേഴ്സായി മാറ്റിയ ട്രെയിനറാണ് ഈ വുയിങ്. ആ ഓർമ്മകൾ തന്നെ ഇപ്പോൾ ഇക്ഷ്യാവോയെ വല്ലാതെ തളർത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ സ്പ്രെഡായിക്കൊണ്ടിരുന്ന ആ പുകയും അവളെ വല്ലാതെ വീക്കാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൈയൊക്കെ നന്നായി വിറയ്ക്കുന്നുണ്ടെങ്കിലും അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി ഇവളെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ വീണ് പോകുന്നു. ഈ ഡെത്ത് ക്യാമ്പിനുള്ളിലേക്ക് കടന്നു വരുന്നവരെ ജീവനോടെ തിരികെ വിടാതിരിക്കാനുള്ള ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിനക്കറിയില്ലേ എന്ന് വുയിങ് അവളോട് ചോദിക്കുന്നുണ്ട്. വുയിങ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഷാജിങ്ഷി ഇവളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അവരെങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അവൻ തന്നെയാണ് തന്നെ രക്ഷപ്പെടുത്തിയിട്ട് തനിക്ക് ജീവിക്കാനുള്ള ചാൻസ് നൽകിയതെന്ന് വുയിങ് അവളെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ ഇക്ഷ്യാവോയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ചതിക്കപ്പെട്ടതുപോലെ ഒരു ഫീലിംഗാണ് അവൾക്ക് തോന്നുന്നത്. ഡെത്ത് ക്യാമ്പ് എന്നേക്കുമായി നശിപ്പിച്ചുവെന്നും അവളെ കൊന്നുവെന്നും പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഇക്ഷ്യാവോ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. ഡെത്ത് ക്യാമ്പ് തുടങ്ങിയത് തന്നെ ഷാജിങ്ഷിയാണ്. അതിൻ്റെ മാസ്റ്ററായിട്ടുള്ള അവൻ തന്നെ എന്തിനാണ് ഇത് നശിപ്പിക്കുന്നതെന്ന് വുയിങ് ചോദിച്ചപ്പോൾ അവൾ ആകെ തളർന്നു പോകുന്നുണ്ട്. അവളെ ഡെത്ത് ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം ഡെത്ത് ക്യാമ്പ് നശിപ്പിച്ചുവെന്ന് അവളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ അവളും ബാക്കിയുള്ളവരും എങ്ങനെയാണ് ഷാജിങ്ഷിയോട് ഇത്രയധികം ആത്മാർത്ഥത കാണിക്കുമായിരുന്നതെന്ന് വുയിങ് ചോദിക്കുന്നുണ്ട്. തങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഷാജിങ്ഷി കളിച്ചൊരു കളി മാത്രമായിരുന്നു അതെന്ന് ഇക്ഷ്യാവോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. അത് അവളെ ഒന്നുകൂടി തളർത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് അവളെ കൊല്ലാനായി ഇവിടെ വന്നിരുന്ന അണ്ടർ കവർ ഏജൻസിനെ ഷാജിങ്ഷി തന്നെ പറഞ്ഞയച്ചതാണ് എന്നും കൂടി അവർ പറയുന്നത്. ഇതെല്ലാം കൂടി കേട്ട് ഇക്ഷ്യാവോ ആകെ വല്ലാത്തൊരവസ്ഥയിലാവുന്നുണ്ട്. അവളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും കുറച്ച് ദിവസത്തേക്ക് അവളോട് പറയരുതെന്ന് ലിങ്ഫിങ് പറഞ്ഞിരുന്നതാണല്ലോ. ഇപ്പോൾ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ നടക്കുന്നത്. അതുകൊണ്ട് അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാവുന്നു. മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന വുയിങ് പല ഭാഗങ്ങളിലായി മാറി മാറി വന്ന് തന്നെ പരിഹസിക്കുന്നത് പോലെയൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവരെ കൊല്ലാനായി അവൾ വീശുന്നുണ്ടെങ്കിലും ആ രൂപം മാഞ്ഞു പോകുന്നു. പിന്നീടാണ് ശരിക്കും അവർ തൻ്റെ മുന്നിൽ കുറച്ച് ദൂരെയായി ജിപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. തന്നെ കൊല്ലാനാണല്ലോ അവരിവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കൊന്നോളാൻ ഇക്ഷ്യാവോ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ അവളെ കൊല്ലാൻ പറ്റില്ല. അവളെ കൊന്നുവെന്ന് ഷാജിങ്ഷി അറിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ആദ്യം അവരൊന്ന് മടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവൾ തന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഷാജിങ്ഷി എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇതിനുള്ളിലിട്ട് അവളെ കൊന്നാൽ തനിക്ക് കുറ്റം ഏൽക്കേണ്ടി വരില്ല എന്ന് അവർക്ക് തോന്നുന്നു. നീ മരിച്ചുവെന്ന് പുറത്താരും അറിയുപോലും ചെയ്യാത്ത വിധത്തിൽ നിന്നെ ഞാൻ തീർത്തേക്കാം എന്ന് പറഞ്ഞ് അവർ അവളെന്ന് പോകാൻ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ റൂമിലേക്ക് കുറേ ഓയിലൊക്കെ ഒഴുകി വന്ന് സ്പ്രെഡാവാൻ തുടങ്ങിയിരുന്നു. അതിലേക്ക് കയ്യിലുണ്ടായിരുന്ന ആ പന്തം വലിച്ചെറിഞ്ഞ് തീയിട്ടിട്ടാണ് അവർ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇക്ഷ്യാവോയുടെ മസിലുകളെല്ലാം ആ പുക ശ്വസിച്ച് വീക്കായിരിക്കുന്നതിനാൽ അവൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ്. എന്നിട്ടും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് അകത്തെ സെല്ലിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ അവൾ കേൾക്കുന്നത്. അങ്ങനെ അവൾ ഓടിച്ചെന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നു. ആ കുട്ടിക്ക് കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. തന്നെ കൂടി രക്ഷിക്കണമെന്ന് അത് അവളോട് പറയുന്നുണ്ട്. അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആ തടവറയുടെ പൂട്ട് പൊളിക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിനുള്ള ആരോഗ്യം അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് അവൾക്കത് പറ്റുന്നില്ല. തീയാണെങ്കിൽ ആളി പടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ആ കുട്ടിയുടെ ശരീരത്തിൽ തീ പൊള്ളിച്ചതിൻ്റെ ഒരു അടയാളമുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ ചെറുപ്പത്തിൽ അവൾക്കും അതേപോലെയുള്ള പൊള്ളലുകളൊക്കെ കിട്ടിയതിനെ പറ്റി കൂടി ഇക്ഷ്യാവോയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. അതുകൂടി ആയപ്പോൾ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കണമെന്നുള്ള ഒരു തോന്നൽ അവൾക്കുണ്ടാവുന്നു. അങ്ങനെ അവിടെ കിടപ്പുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് അവൾ ആ പൂട്ട് പൊളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. സുയിക ഈ സമയം അവളെ അന്വേഷിച്ച് തെരുവിലൂടെ കുറേ ദൂരം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലൂവും കിട്ടാതെ അവനിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് വുയിങ് അവളുടെ കുറേ ആൾക്കാർക്കൊപ്പം കുതിരപ്പുറത്ത് അതുവഴി പാസ് ചെയ്ത് പോകുന്നത് ഇവൻ കാണുന്നത്. അവന് വുയിങ്ങിനെ അറിയില്ല. പക്ഷെ അവരുടെ ഈ പോക്ക് കണ്ടപ്പോൾ അവൻ എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ടും ഇക്ഷ്യാവോയെക്കുറിച്ച് അവന് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും സംശയിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരിടത്ത് തീ പടർന്നു പിടിക്കുന്നതെന്ന് പറഞ്ഞ ബഹളം അവൻ കേൾക്കുന്നത്. അതും കൂടി ആയപ്പോൾ അവന് പെട്ടെന്ന് ഡൗട്ട് അടിച്ച് അവൻ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു. ആ വീടിനുള്ളിൽ നന്നായി തീ സ്പ്രെഡായിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ വെള്ളത്തിൽ നനച്ച കുറേ ചാക്കുകൾ വാരി അതിനൊരു വഴിയുണ്ടാക്കി അതിനുള്ളിലൂടെ ആ തീക്കുള്ളിലേക്ക് കടന്ന അവസാനം ഇക്ഷ്യാവോയെ കണ്ടെത്തുന്നുണ്ട്. അവളാണെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ആകെ തളർന്നിരിക്കുകയായിരുന്നു. ഇവൻ അവളെ വന്ന് കണ്ടെത്തിയപ്പോഴും ആ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവൻ ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നു.
അങ്ങനെ അവൻ അവളെയും പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും ഇക്ഷ്യാവോ അതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ആ കുട്ടിയെ രക്ഷിക്കാനായി അകത്തേക്ക് പോകാനും തുടങ്ങുന്നുണ്ട്. അവളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ സുഖയ്ക്ക് നന്നായി പണിപ്പെടേണ്ടി വരുന്നുണ്ട്. അവസാനം അവളെ പിടിച്ചു നിർത്തിയിട്ട് ആ കുട്ടി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, നീ ഇനി അതിനുള്ളിലേക്ക് പോയാൽ നീയും അതിനുള്ളിൽ വെന്ത് മരിക്കുകയുള്ളൂ എന്ന് അവളോട് പറയുന്നുണ്ട്. അതിനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഇനി പോയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവുന്നതോടെ അവൾ തൻ്റെ ശ്രമം ഉപേക്ഷിക്കുന്നു. അവൻ അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയ ശേഷവും അവൾ ഈ സംഭവത്തിൻ്റെ ഷോക്കിലായിരുന്നു. സുഖയെ അവളുടെ അടുത്തിരുന്ന് അവൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങാൻ പോലുള്ള എനർജി അവൾക്ക് ഉണ്ടായിരുന്നില്ല. അവസാനം അവൻ തന്നെ അത് അവളുടെ കയ്യിൽ പിടിപ്പിക്കുന്നു. മുമ്പ് ഡെത്ത് ക്യാമ്പ് നശിപ്പിച്ചിരുന്നതിനെ പറ്റി ഷാജിൻഷി തനിക്ക് തന്ന നോട്ട്സുകളിൽ എഴുതിയിരുന്നതും അതേപോലെ വുയിങ് കൊല്ലപ്പെട്ടതായി മെൻഷൻ ചെയ്തിരുന്നതുമൊക്കെ അവൾ സുഖയോട് പറയുന്നു. ഇപ്പോൾ ആ വുയിങ്ങാണ് ജീവനോടെ ഇവിടെ ഉള്ളതും ഇവിടെ അതേപോലെ ഒരു ഡെത്ത് ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതും അതേപോലെ ഡെത്ത് ക്യാമ്പ് ഉണ്ടാക്കിയത് ഷാജിൻഷിയാണ് എന്നുള്ള കാര്യം അവൾ പറഞ്ഞതുമെല്ലാം അവൾ സുഖയോട് പറയുന്നുണ്ട്. ഈ ഡെത്ത് ക്യാമ്പ് എന്താണെന്ന് സുഖയ്ക്ക് അറിയില്ലല്ലോ. അവൻ അതിനെപ്പറ്റി അവളോട് വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. ചെറിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ കില്ലിംഗ് മെഷീനുകളായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്ഥലമാണത് എന്നാണ് ഇക്ഷ്യാവോ അവന് പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്ഥലത്ത് നമ്മൾ സർവൈവ് ആവുന്നതും മരിക്കുന്നതും ഒന്നും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല എന്നും അവൾ പറയുന്നുണ്ട്. ഇത് പറയുന്ന സമയത്തൊക്കെ അവളുടെ കൈകൾ വിറയ്ക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ സ്ഥലം അവളെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഓർമ്മകൾ എത്രത്തോളം അവളെ ഇപ്പോഴും പേടിപ്പിക്കുന്നുണ്ട് എന്നുമൊക്കെ അവൻ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഷാജിൻഷി സൈനികരൊന്നുമില്ലാതെ ഈ വിവാഹ അലയൻസിന് ഇങ്ങോട്ടേക്ക് ഇത്ര ധൈര്യത്തോടെ വന്നതെന്ന് സുഖയ്ക്ക് മനസ്സിലാവുന്നു. കാരണം ഈ ഡെത്ത് വാരിയേഴ്സ് അവൻ ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇവിടെ അവർ സഹായത്തിന് അവരുണ്ട്. അവരെ കൊണ്ട് അവൻ എന്തൊക്കെയായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നും അവൻ പറയുന്നുണ്ട്. അവൻ എന്ത് പ്ലാൻ ചെയ്താലും അവൻ്റെ പ്ലാൻ മുഴുവൻ ഞാൻ നശിപ്പിക്കും, അത് നടപ്പിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡെത്ത് ക്യാമ്പ് പോലെ ഒരു സ്ഥലം ഈ ലോകത്തുണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇക്ഷ്യാവോ ഈ സമയത്ത് പറയുന്നു. ഇത് പറയുമ്പോഴും അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. അവൻ അവളുടെ കൈകളിൽ പിടിച്ച് അവളെ സമാധാനിപ്പിക്കുന്നു. നിന്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഓർമ്മകൾ നിനക്ക് സമ്മാനിച്ച നിന്റെ പഴയ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുന്നതിന് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കാതെ സമാധാനമായി കിടന്നുറങ്ങാൻ അവളോട് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശുഗ അങ്ങോട്ടേക്ക് വന്നിട്ട് മുമ്പ് റുയാൻ പറഞ്ഞിട്ട് ഒരാളെ പറ്റി അന്വേഷിക്കാനായിട്ട് ശുഗയെ പറഞ്ഞയച്ചിരുന്നല്ലോ. അയാളെ പറ്റി അന്വേഷിച്ചു. 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ ഒരു ദിവസം രാത്രി മദ്യപിച്ച് പോകുന്ന വഴി കാൽ തെറ്റി അവിടെയുള്ള ഒരു അരുവിയിൽ വീണ് കൊല്ലപ്പെട്ടു എന്നറിയാൻ സാധിച്ചുവെന്ന് അവനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നടന്നുവെങ്കിൽ ഓൾറെഡി ഇതിന് പിന്നിലുള്ള ആൾ തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സംശയിച്ച് തെളിവുകൾ ഇല്ലാതെയാക്കിയതായിരിക്കണം എന്ന് സുഖയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആ വുയിങ്ങിനെയും അവൾക്കൊപ്പം പോയ ആളുകളെയും ഫോളോ ചെയ്യാനായിട്ടും അവൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അവരെയും ഇടയ്ക്ക് വെച്ച് മിസ്സായി എന്ന് ശുഗ അറിയിക്കുന്നുണ്ട്. അവൻ ആർമി ക്യാമ്പിലുള്ള ആരെയോ ചെന്ന് കണ്ട് അത്യാവശ്യമായിട്ട് അവർ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് ഏൽപ്പിക്കാൻ ശുഗയ്ക്ക് ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ ശുഗ അപ്പോൾ തന്നെ പോകുന്നു. അടുത്ത ദിവസം പ്രിൻസസ് സുഗയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആദ്യം അവൾ അവനോടൊന്നും സംസാരിക്കാതെ മാറി നിൽക്കുകയാണ്. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ എന്തോ തെറ്റ് ചെയ്തതുപോലുള്ള ഫീലിംഗ് ആണ് സുഗയ്ക്ക് കിട്ടുന്നത്. നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ അവൻ ആദ്യം ചോദിക്കുന്നുണ്ട്. മുമ്പ് തമ്മിൽ മീറ്റ് ചെയ്ത സമയത്ത് അവൾ ഷാജിൻഷിയുടെ പേരിൽ അവനോട് കാര്യമായി വഴക്കുണ്ടാക്കിയിരുന്നല്ലോ. അതിന് അവളിപ്പോൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ അവളോട് എത്ര ദേഷ്യപ്പെട്ടാലും എപ്പോഴും തനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഷാജിൻഷിയുമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം സമ്മതിക്കാതിരുന്നത്. പിന്നെ അവളുടെ ഇഷ്ടങ്ങളെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തടയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നതുകൊണ്ട് തൽക്കാലം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ താൻ പെർമിഷൻ നൽകുകയാണ്. അവരുടെ വിവാഹത്തിന് ഇപ്പോൾ തനിക്ക് എതിർപ്പില്ല എന്ന് സുഗ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കുന്നു. ഇങ്ങനെ വിവാഹത്തിന് അനുവാദം നൽകുന്നുണ്ടെങ്കിലും നാളെ ഒരിക്കൽ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചതിൽ അവൾ ഉറപ്പായും ദുഃഖിക്കും എന്ന് സുഗയുടെ മനസ്സിപ്പോഴും പറയുന്നുണ്ട്. എന്നാലും തൽക്കാലം അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. വിവാഹ ദിവസം അവൻ വരുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ വരാൻ ഉദ്ദേശമില്ലെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരാമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രിൻസസിൻ്റെ വിവാഹ ദിവസം എത്തിയിരിക്കുന്നു. പ്രിൻസസ് വെഡ്ഡിംഗ് ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിൻഷിയുടെ മുന്നിലും അവനുള്ള വെഡ്ഡിംഗ് ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. പക്ഷേ ഈ സമയത്ത് മുമ്പ് ഇക്ഷ്യാവോയ്ക്ക് സമ്മാനിക്കാനായി കയ്യിൽ കരുതിയിരുന്ന അവളെ എടുത്തു വെച്ചുകൊണ്ട് അവളെപ്പറ്റിയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇപ്പോഴും ഈ വിവാഹത്തിന് ഒട്ടും സമ്മതമല്ല. എന്നാലും ഇങ്ങനെയുള്ള സാഹചര്യത്തിലായതുകൊണ്ട് അവനും റെഡിയായി ചെല്ലുന്നു. പ്രിൻസസ് ആദ്യം റെഡിയായ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് അവരുടെ അനുവാദം വാങ്ങിക്കുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീടാണ് എല്ലാവരുടെയും മുന്നിൽ വിവാഹ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവൾ ഷാജിൻഷിക്കൊപ്പം എത്തുന്നത്. ബാക്കി എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിലും സുഗ മാത്രം എത്തിയിട്ടില്ല. പ്രിൻസസിന് അതിൻ്റെ വിഷമം ഉണ്ടെങ്കിലും അവൾ ഷാജിൻഷിക്കൊപ്പം വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് തിരികെ ഇറങ്ങുന്നു. അവർ തിരികെ ഇറങ്ങുന്ന സമയത്ത് പുറത്ത് ഒരിടത്തായിട്ട് സുഗ അവരെ കാണാനായി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിൻസസ് ദൂരെ നിന്ന് അവനെ കാണുന്നു. അതുതന്നെ അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്ന യാവോ സുഗ ഇങ്ങനെ തനിച്ച് നിൽക്കുന്നതുകൊണ്ട് അവൻ്റെ വിഷമം അറിയാവുന്നതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നിന്ന് അവനെ ആശ്വസിപ്പിക്കുന്നു.
പ്രിൻസസിന്റെ വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ആ സിറ്റി മുഴുവൻ അന്ന് ആഘോഷങ്ങളാണ്. അങ്ങനെ അന്ന് രാത്രി സുഹി ഇക്ഷിയാവോയ്ക്കൊപ്പം സിറ്റിയിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പ്രിൻസസിന്റെ വിവാഹത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിലാണ് അവൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഇക്ഷിയാവോ അവനോട് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഈ സമയത്ത് അതിന്റെ മറുപടി എന്നോണം അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അതായത് അവളെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിലാണ് അവൻ ഈ നോക്കുന്നത്. അത് മനസ്സിലായിട്ടും അവൾ പെട്ടെന്ന് വിഷയം മാറ്റി മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ക്ലേ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് അവർ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചെന്നപ്പോൾ ഇവർ കപ്പിൾസ് ആണ് എന്നുള്ള രീതിയിൽ ഷോപ്പിലെ ഓണർ അവർക്ക് ക്ലേ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. തങ്ങൾ കപ്പിൾസ് അല്ല എന്ന് ഇക്ഷിയാവോ പറയുന്നുണ്ടെങ്കിലും അവൻ അത് എതിർക്കാതെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അയാൾക്ക് പണം നൽകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ക്ലേ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടിരുന്നാണ് ഉണ്ടാക്കുന്നത്. സൂര്യ ഉണ്ടാക്കുന്നതിനിടയിൽ ഇക്ഷിയാവോയുടെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. ഞാനുണ്ടാക്കുന്നത് കോപ്പി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതെന്ന് അവൾ ചോദിച്ചിട്ടൊന്നും അവൻ മറുപടി പറയുന്നില്ല. അവൾ ഉണ്ടാക്കുന്ന രൂപം ശ്രദ്ധിച്ചപ്പോൾ അത് തന്നോട് സാമ്യമുള്ളതാണെന്ന് അവന് മനസ്സിലാവുന്നു. അത് അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നീ ഉണ്ടാക്കിയിരിക്കുന്ന രൂപം ഏകദേശം എന്നെ പോലെയൊക്കെ ഉണ്ട് എന്നവൻ അവളെ പൊക്കി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് ഞാൻ നിന്നെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയതല്ല എന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് ആ കടക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്, ഇത് ശരിക്കും അവനെ പോലെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് തർക്കിക്കുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവളുടെ രൂപമാണ് ഉണ്ടാക്കിയത്, അതൊന്ന് കാണിക്കാൻ പറയുന്നു. ഇക്ഷിയാവോയും വലിയ ആകാംക്ഷയോടെയാണ് അവൻ ഉണ്ടാക്കുന്ന ആ രൂപം നോക്കുന്നത്. പക്ഷേ അവൻ ഉണ്ടാക്കിയതൊരു ചെന്നായുടെ രൂപമായിരുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ നീ എൻ്റെ മുഖത്തോട്ട് കൂടെ കൂടെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവൾ താനുണ്ടാക്കിയ രൂപം അവൻ എറിഞ്ഞു കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിണങ്ങല്ലേന്നും പറഞ്ഞ് അവനും പിന്നാലെ ചെല്ലുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു ചെന്നായുടെ രൂപം ഉണ്ടാക്കാൻ കാരണം എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു ചെന്നായെ പോലെയുള്ള സ്ഥാനമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. നീ വളരെ ഇൻ്റലിജൻ്റ് ആണ്, ശക്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള കൂട്ടത്തിലാണ്, ആരെയും പേടിയില്ല. നിൻ്റെ ഈ വിശേഷതകളൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ നിന്നെ മാത്രമേ കണ്ടുമുട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അവനത് അവൾക്ക് നീട്ടുന്നുണ്ട്. പക്ഷേ അവളത് വാങ്ങാൻ മടിച്ചു നിൽക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന് എന്തെങ്കിലും സമ്മാനം നൽകുന്നത്, അതുകൊണ്ട് എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവൻ അത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരുപാട് കാലങ്ങൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന എന്താണെന്ന് പുറത്ത് പ്രകടിപ്പിക്കാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷെ നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ ഫീലിങ്സ് അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ നീയാണ്. നിന്നെ ഈ ലൈഫിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നൊക്കെ അവൻ അവളോടുള്ള തൻ്റെ ഇഷ്ടം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ഷിയാവോയ്ക്ക് അവൻ്റെ ആ ഇഷ്ടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ നിനക്കിന്നത് എന്ത് പറ്റി, നിൻ്റെ സിസ്റ്ററുടെ വെഡിങ് കഴിഞ്ഞതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിൻ്റെ ഈ മധുരമുള്ള വാക്കുകളൊക്കെ നിൻ്റെ വെഡിങ് നൈറ്റിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാൻ അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് അത് സമ്മതിക്കുന്നു. തൻ്റെ വെഡിങ് നൈറ്റിൽ തനിക്കൊപ്പം ഉള്ളത് അവളായിരിക്കും എന്ന രീതിയിലാണ് അവനത് പറഞ്ഞത്. അവൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പിന്നീട് അവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഫയർ ഷോ തുടങ്ങുന്നതിനാൽ രണ്ടുപേരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നു. ഇക്ഷിയാവോ അത് ആദ്യമായിട്ട് കാണുകയായിരുന്നതിനാൽ അവൾ സന്തോഷത്തോടെയാണ് നോക്കി നിൽക്കുന്നു. അവനാണെങ്കിൽ അവളുടെ ഈ സന്തോഷം കണ്ട് അടുത്ത് നിന്ന് സന്തോഷിക്കുകയാണ്. ഇതിനിടയിലാണ് എങ്ങനെയുള്ള ആളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നത്. ഇക്ഷിയാവോ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടി പറയുന്നില്ല. ഈ സമയത്ത് ഒരു അമ്മയും കുട്ടിയും കൂടി അതുവഴി ഓടി വന്ന് അവളെ ഇടിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ പെട്ടെന്ന് അവളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ പിടിവിട്ട് മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കാതെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ ആ ഷോ കാണുന്നത്. അങ്ങനെ ഇഷ്ടമാണെന്ന് പരസ്പരം പറഞ്ഞില്ലെങ്കിലും രണ്ടുപേരും പ്രണയം ആസ്വദിച്ച് തുടങ്ങിയിരിക്കുന്നു.